ഹായ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊന്ന് പുറത്ത് പോയിനി, അപ്പോൾ അതിൻ്റെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ. ഞാൻ എന്നും പോകലുണ്ട്, കാരണം എൻ്റെ ഇക്കാക്ക രാത്രി വരാനൊരു 11:30 ഷോപ്പ് ക്ലോസ് ചെയ്ത് വരാൻ. അപ്പോൾ അത്രയും നേരം റൂമിലിരിക്കലൊരു ടാസ്ക്കാണ്, ബോറടിക്കും. അപ്പോൾ ഞങ്ങൾ എന്നും പുറത്ത് പോകലുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മാക്സ് വരെ പോകാൻ വിചാരിച്ചു. അപ്പോൾ മാക്സിക്ക് പോവുകയാണെങ്കിൽ ആ സബ്വേ കടക്കലാണ് എനിക്ക് ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ അവിടെ ഹെൽപ്പ് ചെയ്യാനുണ്ടാവും. അവൾക്ക് ഇങ്ങനെ ഒരു 5 dirhams ഒക്കെ കൊടുത്താൽ മതിയാവും കേട്ടോ. അങ്ങനെ ആരും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആരോടെങ്കിലും ഹെൽപ്പ് ചോദിക്കും, ചെയ്തു തരും. അങ്ങനെ അവർ ചിലപ്പോൾ ഇങ്ങോട്ട് തന്നെ ചോദിക്കും, ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ സബ്വേ കടക്കൽ. അപ്പോൾ ഇതാ ഞാൻ മാക്സ് കയറിയിട്ടുണ്ട്. ഈ ഒരു മാക്സിൽ ഞാൻ അങ്ങനെ ഒരു ഡ്രസ്സൊന്നും, എൻ്റെ കണ്ടുപിടിച്ച ഡ്രസ്സൊന്നും ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഇതാ ഈ ഒരു ഡ്രസ്സ്, ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറേ അത് അവിടെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഓൾമോസ്റ്റ് ഡ്രസ്സും ആ ഒരു കളറാണ്. അപ്പോൾ ഞാൻ എടുത്തില്ല കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഉണ്ടല്ലോ, അതും എനിക്കിഷ്ടമായി. പിന്നെ ഞാൻ അവിടുന്ന് കുറച്ച് ചെരുപ്പും ബാഗൊക്കെ നോക്കി. അവിടുന്ന് ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും ഇഷ്ടമായില്ല. ഇപ്പോൾ ഇതാ ഞാൻ വേറെ ഷോപ്പ് കയറിയതാണ്. ഇവിടെയും എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. ആകെ ഇഷ്ടമായത് ഈ ഒരു ടോപ്പ് മാത്രമാണ്. അത് പിന്നെ ഭയങ്കര ലെങ്ത്തും. അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഈ ഒരു ഇത് കണ്ട വണ്ടി, ഇത് വേസ്റ്റ് എടുക്കണ വണ്ടി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ കണ്ടപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെല്ലാവരും ഇവിടെയുള്ള എല്ലാവരെയും ഒരു ഫേവറേറ്റ് ഷോപ്പായ 120 ഗിഫ്റ്റ് മാർക്കറ്റ് കയറി ഞാൻ. എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഏതായാലും സബ്വേ കടന്ന് ഇങ്ങനെ അങ്ങോട്ട് എത്തിയണല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നോക്കാൻ വിചാരിച്ചു. അങ്ങനെ എപ്പോഴൊന്നും വരാൻ കഴിയൂല, സ്ട്രോളറുള്ളതുകൊണ്ട് സബ്വേ കടക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട്. അപ്പോൾ എപ്പോഴേലൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് ഞാൻ വരുള്ളൂ. അപ്പോൾ ഇവിടെ മൊത്തം ഒന്ന് കവർ ചെയ്യാൻ വിചാരിച്ച്. ഇവിടെ ഇങ്ങനെ ഒരു കോഡ് സെറ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് നൈറ്റിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളിയാട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്. 20 dirhamsനൊക്കെ നല്ല നമുക്ക് ബർത്താണ് കേട്ടോ ആ ഡ്രസ്സ്. പിന്നെ ഞാൻ കുറച്ച് ചെരുപ്പൊക്കെ നോക്കി. ഫസ്റ്റ് ടൈമാണ് ഞാൻ അവിടെ വന്നിട്ട് എനിക്കൊന്നും എടുക്കാണ്ട് പോണത്, എൻ്റെ കണ്ണിക്കൊന്ന് പിടിക്കാതിരിക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ എടുക്കലുണ്ട്. ഫസ്റ്റ് ടൈം അവിടെ ഒന്നും എടുക്കാണ്ട് പോകുന്നത്. ഞാൻ മോനൊരു നമ്മൾക്ക് കാഷ്വലായിട്ട് റൂമിലൊക്കെ ഇടാൻ പറ്റിയൊരു പാൻറ്റും എടുത്തു. അത്രയും ഞാൻ അപ്പം എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സിറ്റി സെൻറ്ററിലെത്തി. ബാക്കിയുള്ള അവിടെ മൊത്തം കവർ ചെയ്തിട്ടോ. ഈ ലാസ്റ്റ് സിറ്റി സെൻറ്ററാണ്. ഞാൻ സ്പ്ലാഷിൽ കയറി നോക്കി. അവിടെ എനിക്ക് എന്തെങ്കിലും ഒരു ടോപ്പ് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ സ്പ്ലാഷ് നോക്കിയപ്പോൾ ടോപ്പ് അങ്ങനെ അടിപൊളി ടോപ്പാണെന്ന് കണ്ടില്ല. പക്ഷേ ഉള്ളതിനാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ്. ഒരു 100 above നമുക്ക് ദിർഹംസ് ഉണ്ട് അവിടെ എല്ലാ ഡ്രസ്സിനും. അപ്പോൾ അത്രയും ഒരു വിലക്കുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ബ്രാൻഡ്സ് ഫോർലെസ്സിൽ കയറി. അവിടെ പോയി നോക്കിയപ്പോൾ അതും എനിക്കിഷ്ടമായില്ല. അങ്ങനെ കുറേ ഷോപ്പിൽ കയറി. എന്താണ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ ഞാൻ ഒറ്റയ്ക്ക് പോകല്. കാരണം ഇക്കാക്കാനെ കൊണ്ട് പോയാൽ ഇക്കാക്കക്ക് ചടക്കും. കാക്കക്ക് എന്നല്ല ആർക്കായാലും ചടക്കും. കാരണം എനിക്ക് എല്ലാ ഷോപ്പിലും കയറിക്കാണ്ട് ലാസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യണം, ഇതിലേത് ഷോപ്പിലാണ് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പം എല്ലാവർക്കും ചടക്കും. അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോകലാണ്. അതാണ് എനിക്കിഷ്ടം. പിന്നെ ഞാൻ മോന് ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങി. അവന് വൈകുന്നേരം ഒന്നും കഴിച്ചിട്ടില്ല ഇനി. അപ്പോൾ അവന് കൊടുക്കാൻ വേണ്ടി എന്നാൽ പിന്നെ അവനത് കഴിച്ച് ഇരുന്നോളും. അങ്ങനെ അത് വാങ്ങിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ സിറ്റി സെൻറ്ററിൻ്റെ ഉള്ളിലുള്ള ഒരു മാക്സിൽ കയറി. ഇതിൽ കുഴപ്പമില്ല. ഇതിൽ അത്യാവശ്യം അവിടെ ഉള്ളതിലേറെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഈ സെയിം ടോപ്പ് ഞാൻ മറ്റേ മാക്സിൽ കണ്ടിരുന്നു, പക്ഷെ എനിക്കത് ഓർമ്മയില്ലായിരുന്നു. ഇവിടെയും സെയിം പ്രൈസിൽ ആ ഡ്രസ്സ് ഉണ്ട്. ആ ഡ്രസ്സ് ഞാൻ എടുത്തേക്കണം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടൊരു നല്ല ഭംഗിയുണ്ട്. ഞാനത് ഡ്രസ്സിങ് റൂമിലൊക്കെ പോയിട്ടൊക്കെ നോക്കി. അപ്പോൾ സൈസും ഒക്കെ ഓക്കെയാണ്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് എടുത്ത് കുറേ ഷോപ്പിൽ കയറി ഇറങ്ങിയിട്ടാണ് എനിക്ക് ആ ഡ്രസ്സ് കിട്ടിയത്. ഞാൻ അത്യാവശ്യം പൈസ കൊടുക്കണതല്ലേ, അപ്പോൾ അതിനുള്ള ഡ്രസ്സ് വേണമെന്നുണ്ടായിന്. അപ്പോൾ അതാണ് ഞാൻ അത്രയും എല്ലായിടത്തും പോയി ഒന്ന് ഫസ്റ്റ് നോക്കാം. പിന്നെ എടുത്തിട്ട് നമുക്ക് റിഗ്രറ്റ് വരാൻ പറ്റില്ലല്ലോ, എടുക്കേണ്ടില്ലേ ഇനി വേറെ ഷോപ്പിൽ നല്ല കാണുമ്പോൾ. അതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇങ്ങനത്തെ ഓരോ വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അസ്സലാമു അലൈക്കും.